യെസ്, നമുക്കൊന്ന് കോഴിക്കോടേക്ക് പോകാം. ടി അനീസ് അലിയുണ്ട്. അനീസ് അവിടെ ബീച്ചിൽ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു. യെസ്, അവിടെ നല്ല ലൈറ്റും തിരക്കും ഒക്കെ കാണുമ്പോൾ അറിയാം ബീച്ചാണ്. ബീച്ചിൽ എങ്ങനെയാണ് ഇത്തവണത്തെ ന്യൂ ഇയർ ആഘോഷങ്ങൾ? ദിവ്യ, ന്യൂ ഇയർ ഇങ്ങ് പിറന്ന് കിട്ടിയാൽ മതി ആളുകളെല്ലാവരും ആ ഒരു ആവേശത്തിലേക്ക് ഉണരാൻ. ഇനിയിപ്പോൾ ഏതായാലും ന്യൂ ഇയറിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആളുകളെല്ലാവരും വലിയ ആവേശത്തോടു കൂടി കോഴിക്കോടെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലക്കാർ മാത്രമല്ല, വിവിധ ജില്ലകളിൽ നിന്ന്, സമീപ ജില്ലകളിൽ നിന്നും വിദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മൈസൂരിൽ നിന്നെത്തിയ ആളുകളൊക്കെ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. എന്തായാലും ഒരുപാട് ആളുകൾ ഈ ഒരു സമയവും കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും നേരത്തെ തന്നെ ഇവിടെ എത്തി കളം പിടിച്ചു കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ എവിടുന്നാ വരുന്നേ? കുറ്റ്യാടിയിൽ നിന്ന്. അതെ അതെ അതെ, ആഘോഷിക്കാൻ തന്നെ വന്നു. ആദ്യം നമ്മളെ ബീച്ചിൽ തന്നെ വരണം, ഒരു ഓളം കെട്ടാൻ, ആ ഒരു വൈബ് ഫുള്ളായിട്ട് നമുക്ക്. ഞാൻ മലപ്പുറത്ത് വരുന്നത്. മലപ്പുറം കോട്ടക്കലിനാണ്. വളാഞ്ചേരി കോട്ടക്കലിന് കോഴിക്കോട്ടെ ബീച്ചിലേക്ക് വരാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ആ ഒരു ഇവിടുത്തെ വൈബ് അല്ലാത്ത സംഭവമാണ്. കാരണം ഇവിടെ പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ കാര്യങ്ങളൊന്നുമില്ല, ഒരു സ്റ്റേജ് പരിപാടി കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും ഈ ന്യൂ ഇയർ കടപ്പുറത്ത് ആ വൈബ് അറിയണമെങ്കിൽ അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഒരു ചായക്കട നിർത്തിയപ്പോൾ അവിടെ ഹൈലൈറ്റ് മാളിൽ അവിടെ നിർത്തിയിരുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞത് അതിൻ്റെ ഒരു വൈബ് കിട്ടണമെങ്കിൽ ബീച്ചിൽ തന്നെ വരണം. കാരണം ഇവിടെ പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നും ഇല്ലെങ്കിലും ആളുകൾ കൂടി വരികയാണ്. ചെറിയ ഒന്ന് കൊട്ടിയേ, നേരെ വന്ന മുതൽ കൊട്ടുന്നുണ്ട്. നീ എവിടുന്നാ വരുന്നേ? ഞാൻ മുക്കം കക്കാട്. ആരൊക്കെ ഉണ്ട് കൂടെ? ഉപ്പിയും അനിയനും. അവരൊക്കെ എവിടെ? അനിയനെവിടെ? അനിയന്റെ തല തൊപ്പിക്കൊക്കെ എന്തൊക്കെയാണ് നിന്റെ ഐറ്റംസ്? പറ. ഇതെവിടെ? ഇതിന്റെ പീപ്പ് ഇത് പൊങ്ങുന്ന സാധനല്ലേ, അതൊക്കെ പോയാ? ഓ, എന്താ നിന്റെ പേര്? ഉപ്പയാണല്ലേ? എപ്പോ തുടങ്ങിയത്? പിള്ളേരായിട്ട് അങ്ങോട്ട് ഇറങ്ങിയാണ്? എല്ലാ ആവശ്യവും വരാറുണ്ടോ? ഇല്ലല്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ബീച്ചിലൊന്നും വരും ഇടയ്ക്ക്. ഇന്നിപ്പോ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്തായാലും വലിയ ആവേശത്തിലാണ് എല്ലാ ആളുകളും. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ സംസാരിച്ചതിൽ ആരും കോഴിക്കോട്ടുകാർ, ഒരാൾ കുറ്റ്യാടിക്കാരുണ്ടായിരുന്നു. പക്ഷെ അധികം ആളുകളും മലപ്പുറത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ വന്ന ആളുകൾ. അപ്പൊ നിങ്ങൾ എവിടുന്നാ? കോഴിക്കോട് തന്നെയാണല്ലേ? ഇതെവിടെ? മലപ്പുറത്ത് എവിടെ? മലപ്പുറത്തേരോട് എനിക്ക് പ്രത്യേകിച്ചൊരു, ഞാൻ നാട്ടുകാരാണ്. പടപ്പറമ്പ്. എന്താ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ? ഇല്ല, കോഴിക്കോട് ബീച്ചിലേക്ക് വരാറുണ്ട്. എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാരും കൂടെ ഒരുമിച്ച് കൂടി. കൊല്ലത്തുനിന്നാണോ? കൊല്ലത്ത് തിരുമുല്ലാവാരം. രണ്ടാളോ? മൂന്നാളുണ്ട്. ഒരാൾ ഒളിച്ചിരിക്കാണ്. എവിടുന്നാ? കൊല്ലം. എല്ലാരും ഒരു ഇതെന്താ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇവിടെ പഠിക്കാണോ? കൊല്ലത്തുനിന്ന് ബീച്ചിലേക്ക്, കോഴിക്കോട് ബീച്ചിലേക്ക്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ദിവ്യ. കൊല്ലത്തുനിന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് പുതുവത്സരം ആഘോഷിക്കാൻ വന്നിക്ക. അത് എവിടുന്നാ വരുന്നത്? ഞാൻ മലപ്പുറമാണ്. ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ 2 ദിവസം മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടായി. എന്ത്? കരോള്. അത് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ്ട് ആ കരോള് ഉണ്ടാക്കിയത് നമ്മളെ മലപ്പുറം ജില്ലക്കാർക്കും ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാവരും ഒരുമായിട്ട് നിൽക്കേണ്ട ആൾക്കാരാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ല മേലാറ്റൂർ. ഇത് സംസാരിച്ചാൽ ഏറ്റവും കൂടുതൽ പേര് മലപ്പുറത്തിന്റെ അവോയ്ഡ് ചെയ്യാൻ കാര്യമില്ല, അവോയ്ഡ് ചെയ്യില്ല. മലപ്പുറം ജില്ലക്കാർക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാല് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നുള്ള തീരുമാനം തന്നെ. അന്ന് ഈ ബീഹാറിലും അവിടെ ഇവിടെയൊക്കെ കരോൾ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. ഞാനൊരു മുസ്ലിമാണ്, അവിടെ ഹിന്ദുക്കളുടെ എല്ലാവരും ഉണ്ടായിരുന്നു. മലപ്പുറത്തിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പുള്ളി പറയുന്നത്. മലപ്പുറം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. എന്താ കൊല്ലത്തുനിന്ന് ബീച്ചിലേക്ക് നിങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് വീണ്ടും ചോദിക്കാട്ടോ, കൊല്ലത്തുനിന്ന് കോഴിക്കോടേക്ക് വരാനുള്ളൊരു കുറെ നാളായിട്ട് കോഴിക്കോട് വരണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ഈ പുതുവത്സരത്തിന് ന്യൂ ഇയറിലേക്ക് ആക്കി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു വൈബ്? എങ്ങനെയാ? നല്ല വൈബാണ്. വന്ന് കുറെ എല്ലായിടത്തും പോവാറുണ്ടോ അങ്ങനെ ന്യൂ ഇയർ ആവുമ്പോ? ഇടയ്ക്കൊക്കെ പോവാറുണ്ട്. എവിടുന്നാ? ഇതെന്താ ഇവിടെ ഒരു വെട്ടൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, ഇതെന്താ സംഭവം? ആദ്യം അത് പറഞ്ഞോ. വീണതാ. എവിടുന്നാ വരുന്നേ? നാദാപുരം. നാദാപുരത്തൊന്ന് ആരൊക്കെ ഉണ്ട്? ഫാമിലി മൊത്തം. എത്ര ആളുണ്ട് നിങ്ങള് ഫാമിലി? 11 ആൾക്കാര്. അപ്പൊ ഇന്നിപ്പോ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് 12 മണി 1 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവുള്ളൂ. എങ്ങനെയുണ്ട് ഇവിടെ പുതിയ ബീച്ച്? ഇങ്ങനെ മുഖം മാറ്റിയതിനു ശേഷം ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് വരിക. എങ്ങനെയുണ്ട്? മാറിയിട്ടുണ്ടോ? അടിപൊളിയായിട്ട്. കടലൊക്കെ മാറിയോ? കടലും മാറി? കടല് മാറിയിട്ടില്ല. ഓണത്തിൽ പറഞ്ഞതാണ്. എവിടുന്നാ വരുന്നേ? കണ്ണൂരാണ്. കൂത്തുപറമ്പ്.
കണ്ണൂരിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇതിനായിട്ട് വന്നതാണോ? അല്ല, ഞങ്ങള് വേറൊരു കല്യാണത്തിന് വന്നതായിരുന്നു. അത് തിരിച്ചു പോകുന്ന വഴി ഇവിടെ ബീച്ച് കയറി ബീച്ച് അതെ ന്യൂ ഇയർ ഒന്ന് അടിച്ചു പൊളിച്ചു. മലപ്പുറത്ത് എവിടെ? മലപ്പുറം പടപ്പറം. മലപ്പുറത്ത് എറിഞ്ഞ് എടുക്കൂലാട്ടോ, എല്ലാരും മലപ്പുറത്താ. പറപ്പറമ്പ്. അതെ, ഇവിടെ എന്തിനു വന്നു? ബീച്ചിക്കായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു. അപ്പൊ വൈബ് ഉണ്ടായിരുന്നു. അതേപോലെ ഈ പ്രാവശ്യം നമ്മൾ വരും ബീച്ചിക്ക് വന്നു. എന്തായാലും ഞങ്ങൾ മലപ്പുറത്തേര് പൊളിച്ചിട്ടേ പോവുള്ളൂ എന്നാണ് മലപ്പുറത്തേര് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ സംസാരിച്ച ആളുകൾ, ഒരുപാട് ആളുകൾ മലപ്പുറത്തു നിന്നാണ് വന്നാലും വലിയ സന്തോഷം. കണ്ണൂര് കണ്ണൂർ കൂത്തുപറമ്പാണ്. കണ്ണൂർ കൂത്തുപറമ്പുന്നുണ്ട്, അവരൊന്നും മിസ്സായി പോകുന്നില്ല. എന്തായാലും തന്നെയാണ്. എവിടുന്നാ വരുന്നത്? താമരശ്ശേരി. താമരശ്ശേരി. എങ്ങനെയുണ്ട് നിങ്ങളെ ചുരം ബ്ലോക്ക് ഒക്കെ ആണോന്ന്? അല്ല, നമ്മൾ താമരശ്ശേരി ഫാമിലി ബാക്കിലുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇത് ഇവിടുന്ന് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ഒരു 12 മണി കഴിഞ്ഞിട്ടേ പോവുള്ളൂ അതോ? അതെ, അത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. സാധാരണ എല്ലാ തവണയും വരാറുണ്ടോ ഇവിടെ? ഇല്ല, ഇടക്ക്. കഴിഞ്ഞ വർഷം വന്നില്ല. ഇവിടെ ഇന്ന് രണ്ട് മുഖങ്ങൾ വിളിച്ചിരിക്കുന്നത്. ഇത് എവിടുന്ന വരുന്നത്? രണ്ടാളെ ഒന്നുള്ള മക്കളുണ്ടോ? എങ്ങനെയുണ്ട് കോഴിക്കോടത്തെ ഒരു വൈബ്? അടിപൊളി. എന്തായാലും കല്യാണത്തിന് വന്നാന്നല്ലേ പറഞ്ഞു? കല്യാണമാണോ ന്യൂ ഇയർ ആണോ വലിയ സംഭവമായത്? എന്തായാലും കല്യാണത്തിനാണ് വന്നത്. പക്ഷേ ന്യൂ ഇയർ ആഘോഷത്തിൽ ഈ ഒരു ആൾക്കൂട്ടത്തിൽ കണ്ണുകാർക്ക് ആൾക്കൂട്ടം ഒരു പുതുമയല്ല. എന്തായാലും അതിൽ കൂടി പങ്കുചേരാൻ അവർക്ക് കഴിഞ്ഞു എന്നതിന്റെ ഒരു ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത്. എവിടുന്നാ? കാസർഗോഡ് എവിടെ? ഉപ്പള ബന്തിയോട്. കാസർഗോഡുകാരാണ് ആഘോഷത്തിന്റെ ആൾക്കാർ ഇട്ടോ. കാസർഗോഡിന്റെ ഭാഷയിലൊന്നും എന്തെങ്കിലും? ഇതിപ്പോ ഞങ്ങൾ ഈടുക്കായിട്ട് വന്നത്, ഞങ്ങൾ പിരിച്ചപ്പെട്ട ഒരു നാടാണിത്. ഈടുക്കായിട്ട് വന്നത്. പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ. അങ്ങനെ രാവിലെ തന്നെ ഇവർക്ക് വന്ന് ഒരുങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ വന്നത്. എത്ര ആൾക്കാരുണ്ട്? അത് ഞങ്ങൾ കുറച്ചാൾ പുറത്ത് പോയിന്. അല്ലല്ല, ഞാൻ ഇവിടെ വേറെ കോഴിക്കോടുള്ള ആൾ തന്നെയാണ്. എന്തായാലും വലിയ ആവേശത്തിലാണ് എല്ലാ ആളുകളും. നമ്മളിപ്പോൾ സംസാരിച്ചതിൽ കോഴിക്കോട് മുതൽ കണ്ണൂര്, അതുപോലെ തന്നെ കാസർഗോഡ്, അതുപോലെ മലപ്പുറത്ത് ഒരുപാട് പേരുണ്ട്. കൊല്ലത്തുനിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ മൈസൂരിൽ നിന്നൊക്കെ ആൾക്കാരുണ്ട്. മലയാളികൾ മാത്രമല്ല, ഒരുപാട് പേര് കോഴിക്കോടിൻ്റെ ഒരു വൈബ് ആസ്വദിക്കാൻ വേണ്ടി ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ ആവേശത്തിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ആ ഒരു സമയമാവാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.